ഹായ് എവ്രി വൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പോൾ JEE മെയിൻ 2026 ഫേസ് 1 കഴിഞ്ഞു. ഫേസ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ 23 ജനുവരി ഫ്രൈഡേ നടന്നിട്ടുള്ള രാവിലത്തെ എക്സാം ഫേസ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു log 3, പിന്നെ അതിന്റെ ഉള്ളിൽ log 5, log 7, അതിന്റെ ഉള്ളിലാണ് 9x മൈനസ്, അതായത് ഇങ്ങനെയാണ് f of x ഈക്വൽ ടു log 3, അതിന്റെ ഉള്ളിൽ log 5, അതിന്റെ ഉള്ളിൽ log 7, അതിന്റെ ഉള്ളിലാണ് 9x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 13. ഇങ്ങനെ ഒരു നെസ്റ്റഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന്റെ ഡൊമൈൻ ആണ് ഇന്റർവെൽ mn, ഓപ്പൺ ഇന്റർവെൽ mn. പിന്നെ ഒരു ഹൈപ്പർബോള ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും കോണിക് സെക്ഷനും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ചാപ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ദ ഹൈപ്പർബോള x² by a² minus y² by b² equal to 1 have eccentricity n/3 and the length of the lattice rectum 8m/3. Then b² minus a² is b² minus a² ആണ് ചോദിച്ചത്. അതിന് എന്നും എമ്മും ആവശ്യമുണ്ട്. ഈ എന്നും എമ്മും കിട്ടേണ്ടത് ആ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്നാണ്. അപ്പൊ ഫംഗ്ഷൻ ഒരു ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഇതാണ്, f of x ഈക്വൽ ടു, ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ ആ ഫംഗ്ഷന്റെ ഡൊമൈൻ നോക്കണം. ആ ഫംഗ്ഷന്റെ ഡൊമൈൻ ഒരു ലോഗരിതം ആണെന്നുണ്ടെങ്കിൽ അതിലിപ്പോ ഇതിന്റെ ഈ log 3ന്റെ ഉള്ളിലുള്ള ഇതാണ്, അതെന്താവണം? അത് പോസിറ്റീവ് ആവണം. അപ്പോ log 5, log 7, 9x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 13 അത് പോസിറ്റീവ് ആവണം. അതാ log 3ന്റെ ഉള്ളിലുള്ളതാണ്, അത് പോസിറ്റീവ് ആവണം. അത് പോസിറ്റീവ് ആവണമെങ്കിൽ ഇത് log 5ന്റെ ഒരു ലോഗരിതമാണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആവണം. അത് ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ ലോഗരിതം ഓഫ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് ലോഗരിതം ഗ്രേറ്റർ ദാൻ 0 വരാം. അപ്പൊ ഈ log 7 9x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 13 ഗ്രേറ്റർ ദാൻ 1 ആവണം. അത് ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ log 7 ഓഫ് ലോഗ് ഇത് ടു ദ ബേസ് ഓഫ് 7 ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ അതെന്താവണം? 7നേക്കാൾ വലുതാവണം. 9x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 13 ഗ്രേറ്റർ ദാൻ 7. ഓക്കെ, ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് ആണ് ആ ഫംഗ്ഷന് ഡൊമൈനിലുള്ളത്. ഒരു ക്വാഡ്രാറ്റിക് ഇനീക്വാലിറ്റി ആണ്. അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയാൽ ഗ്രേറ്റർ ദാൻ 0ന്റെ ഭാഗത്ത് ഒന്നും ഉണ്ടാവില്ല. എക്സ് സ്ക്വയർ ഇതെല്ലാം അപ്പുറത്തേക്ക് പോകുന്നു, പ്ലസ് 6. അതെന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 6 അല്ല, 20. അത് അപ്പുറം പോകല്ലേ, അപ്പൊ 20. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ 20, ആഡ് ചെയ്താൽ 9, അത് എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5 ആണ്, ലെസ് ദാൻ 0. അപ്പൊ 4നും 5നും ഇടയിൽ. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് 4 to 5, എക്സ് എലമെന്റ് ഓഫ് 4 to 5 ആണ്. സോ എം ഇസ് ഈക്വൽ ടു 4, എൻ ഇസ് ഈക്വൽ ടു 5 കിട്ടി. എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ കിട്ടി. ഇനി അതാണ് ആ ഹൈപ്പർബോളയിൽ കൊണ്ട് കൊടുക്കേണ്ടത്. ഹൈപ്പർബോള x² by a² മൈനസ് y² by b² ഈക്വൽ ടു 1 ആണ്. ഇതിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് √1 പ്ലസ് b² by a² ആണ്. അത് ഈക്വൽ ടു തന്നിട്ടുള്ളത് എക്സെൻട്രിസിറ്റി എന്താണ്? n/3. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു n/3. അപ്പൊ 1² പ്ലസ് 1 പ്ലസ് b² by a² ഈക്വൽ ടു n² by 9. എന്നിന്റെ വാല്യൂ അറിയാം, n 5 ആണ്. അപ്പോ b² by a² ഇസ് ഈക്വൽ ടു 25 by 9. 1 അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ b² by a² ഇസ് ഈക്വൽ ടു 16 by 9. b² by a²ന്റെ വാല്യൂ 16 by 9 ആണ്. പിന്നെ തന്നിട്ടതിൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 8m/3. 8m/3 ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b² by a ആണ്. എലിപ്സിനാണെങ്കിലും ഹൈപ്പർബോളക്കാണെങ്കിലും 2b² by a ഇസ് ഈക്വൽ ടു 8m/3. 8/3 ഇൻറ്റു എമ്മിന്റെ വാല്യൂ എന്താണ്? എമ്മിന്റെ വാല്യൂ 4 ആണ്. 32/3 16/3. ഇപ്പൊ b² ഈക്വൽ ടു 16/3a. b²ന്റെ വാല്യൂ അതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ഇനി ആ b²ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16/3a ഇൻറ്റു a² ഈക്വൽ ടു 16 by 9. 16 ക്യാൻസൽ ആവും, a ക്യാൻസൽ ആവും, a ഇസ് ഈക്വൽ ടു 3. എന്റെ വാല്യൂ 3 ആണ്. എന്റെ വാല്യൂ 3 ആണെങ്കിൽ b²ന്റെ വാല്യൂ എന്താണ്? 16/3 ഇൻറ്റു 3. b²ന്റെ വാല്യൂ 16 ആണ്. b² 16 ആണ്. നമുക്ക് വേണ്ട ആൻസർ b² മൈനസ് a² ആണ്. സോ b² മൈനസ് a² ഈക്വൽ ടു b² 16. 16 മൈനസ് 9 a3 ആണ്. അപ്പൊ 7 ആണ് ഇതിന്റെ ആൻസർ. 7 ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 4 7 ആണ് ഇതിന്റെ ആൻസർ.